നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കന്നഡ ചേട്ടന്മാർ നമ്മുടെ പുറകിലുണ്ട്. അതിനെ നമ്മുടെ അനന്തൻ ചേട്ടനുണ്ട്. പിന്നെ ഈ തമിഴ് ഗുഡികളും ഉണ്ട്. ഇവരെന്നെ കയറ്റി വിട്ടാണ്. അണ്ണനെ തിരിച്ചു വിളിക്കുക. അവരുടെ ഫ്രണ്ടിൽ പോയി അവരുടെ പുറകെ വരാൻ, അണ്ണൻ്റെ കൂടെ പോകാൻ. അണ്ണനെ ഇവരുടെ ഫ്രണ്ട് വിടുന്നില്ല. അണ്ണൻ ഒറ്റയ്ക്ക് പോയിട്ട് ബോറടിക്കുന്നു തോന്നുന്നു. സ്ട്രോങ് അണ്ണനോട് പറയാ ഇവരുടെ കൈ വിടാൻ പറയാനേ. അണ്ണാ വാ, മറ്റേ ഹുടുകി പേടിച്ചിരിക്കുക. ഞാൻ വേറെ വഴിക്ക് നോക്കുമ്പോൾ അണ്ണനെ വിടുന്നില്ല. അണ്ണൻ ഇവരുടെ കൂടെ തന്നെ ഇവരുടെ പുറകെ തന്നെ പോകണമെന്ന് പറഞ്ഞ പിടിച്ചിരുത്തുക. ഇവിടെ ആള് മേലോട്ട് കൊണ്ടുട്ടാ. നിങ്ങൾ മലയാളിയാ? പുള്ളി സമ്മതിക്കല്ലോ സംസാരിക്കാൻ. അവര് മലയാളികളല്ലോ. സംസാരിച്ചോ? അമാരനെ പറഞ്ഞു. ബാംഗ്ലൂരാ? അപ്പൊ താഴെ വ്ലോഗ് എടുക്കട്ടെ. അപ്പൊ ഞങ്ങളിപ്പോ 4 മലയാളികളെ കണ്ടു കേട്ടോ. അവസാനം നമ്മളൊരു മലയാളിയെ കണ്ടെത്തി. അപ്പൊ അവര് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അവർ ലേറ്റ് ആയിട്ട് വന്നപ്പോ അവരോട് പറഞ്ഞു, താഴെ എന്നപ്പോ പറഞ്ഞു ഇവിടെ മേളിൽ ഫുൾ മലയാളികളാണ്. നമ്മളിപ്പോ മേളിലല്ലേ വരുന്നത്, ഇവിടെ ഒറ്റ മലയാളികളില്ല. അവര് ബാംഗ്ലൂർ വർക്ക് ചെയ്യണം, IT വർക്ക് ചെയ്യുന്നത്. ഒരാൾ ആക്സഞ്ചർ, അങ്ങനെ പല കമ്പനിയില്. അപ്പോ അവർക്ക് ഗൈഡ് ഫീസ് ആയെന്ന് വെച്ചാൽ 4 പേർക്ക് 1500 രൂപ. 4 പേർക്ക് 1500? ഓ, അത്ര മേടിച്ചല്ലേ? അവരെ കൊണ്ട് ധൃതി വെപ്പിച്ചു. അവര് ലേറ്റ് ആണെന്ന് പറഞ്ഞു. ധൃതി വെപ്പിച്ചത് ഗൈഡ് ധൃതി വെപ്പിച്ചത്. അവര് ഉറങ്ങി എണ്ണീറ്റ് ലേറ്റ് ആവുന്നപ്പോഴേ പോത്തിന് അവര് മല്ലന്തൂർ എന്നാ വരുന്നത്. അവര് കിക്ക ബുക്ക് ചെയ്തിട്ട് മല്ലന്തൂർ എന്നിട്ട് അവര് വീണ്ടും തിരിച്ചു പോകുമ്പോ എന്താ ഇവര് ഫ്രണ്ട്സ് ആണ്. എടാ ഇവര് കൈവിട്ട് നടക്കാൻ പറയാൻ പുള്ളി പറയും. ഇവര് കൈവിടാൻ നടക്കത്തില്ല. അണ്ണാ അവര് അണ്ണാ ഇതിൽ അണ്ണൻ നോക്കൂ. അണ്ണാ ഇത് അണ്ണാ ലൈഫ് ടൈം പറയുന്നു. ഇവര് കൈ പിടിച്ച് നടക്കുന്നവരാണ് എത്താത്തത്. അവര് കൈ പിടിച്ച കാല് പിടിച്ച് നടക്കട്ടെ. അണ്ണൻ മാരീഡ് അല്ലേ? ഓ ചുമ്മാല വീട്ടിൽ പോയിട്ട് ആരെങ്കിലും വീട്ടിൽ പോയിട്ട് അതെ കല്യാണം കഴിച്ചാൽ മാത്രം വീട്ടിൽ പോകണോ വേഗം? തോളി പിടിച്ചിട്ടുണ്ട്. No, he is telling to walk like that. I didn't say. He said. I am talking to him. He said like that. You are sweating slow. That's it. This guy. He is telling. Not this guy. He is telling to walk separate so that you can walk faster. He is telling. ഗൈസ് ഇപ്പൊ വൻ വള്ളിയായി. ഗൈസ് വൻ വള്ളി എന്ന് പറഞ്ഞുണ്ടല്ലോ. നമ്മുടെ അണ്ണൻ ഗൈഡെണ്ണം പറഞ്ഞിട്ട് പറയുന്നത് ഇവിടെ കുറച്ച് 3 പെമ്പിള്ളേർ 4 പയ്യന്മാരുണ്ട്. അപ്പോൾ പെമ്പിള്ളേർക്ക് വയ്യാത്തതുകൊണ്ട് അമ്മമാരിങ്ങനെ കൈ ഒരുമിച്ച് ചേർത്ത് പിടിച്ചത് ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് അപ്പോൾ നമ്മുടെ അണ്ണൻ പറയും ഇവന്മാർ ഈ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ശ്രീരാജ് വിദ്യാർത്ഥി പറയും ഇത് റൊമാൻറ്റിക്, അത് ലൈഫ് ടൈം ആയിട്ട് പോകാനുള്ളതൊക്കെ. എൻ്റെ പോലെ ഇത് റൊമാൻറ്റിക് ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ. ചിലപ്പോൾ അവർക്ക് നടക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളിത് ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവരെന്തിനും ചെയ്യട്ടെ, അവരുടെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു പെണ്ണ് വന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് വൻ ചൂടാവില്ല. എന്നോടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ചോദിച്ചു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഗോ ഫ്രണ്ട് യു ക്യാൻ ഗോ, ഓക്കെ ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളല്ല പറഞ്ഞു, അണ്ണനാ പറഞ്ഞു. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് പറയാം നിങ്ങളുടെ കൂട്ടത്തിനുള്ളതല്ലേ ശ്രീരാജിനെ ഉദ്ദേശിച്ചു. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഗൈഡാണ്. ഞാൻ ഇത്ര നേരമായിട്ട് അണ്ണനോട് പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അലമ്പ അവസ്ഥയായിരുന്നു. ഇപ്പൊ എല്ലാരും ഒന്നും മിണ്ടാത്ത, എല്ലാരും സൈലന്റ് ആയിട്ട് കിടക്കാം. എല്ലാവരും സൈലന്റ് ആയി. അണ്ണോട് നമ്മൾ അവരുടെ കാര്യം പറഞ്ഞു അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അവർ ദേഷ്യപ്പെട്ട് അതെ എന്നെയാണ് അവർക്ക് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രണ്ട് വേണം പോക്കും, നിങ്ങൾ ദേഷ്യപ്പെടുന്നേ എന്നവർ പറഞ്ഞു. അപ്പൊ നമ്മൾ അണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അറിയത്തില്ലോ, നമുക്ക് കന്നഡ അറിയത്തില്ല അണ്ണോട് പറയാൻ. ഞങ്ങൾ ചോദിച്ചു അണ്ണനും ഇല്ലേ വൈഫും,
പിള്ളേരും അണ്ണൻ ഇങ്ങനെ എതിർക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അണ്ണൻ പറയാം അണ്ണൻ മാരീഡ് അല്ല. ഞാനും ആലോചിച്ചു മാരീഡ് അല്ലേ പുള്ളി എന്തിന് ഇത്ര ധൃതി വെച്ച് പോകും. എന്തിനാ ഇത്ര തിരക്ക് വീട്ടിൽ പോണത്? അപ്പൊ അണ്ണൻ ഫോണിന്റെ കവർ ഊരിട്ട് ബാക്കിൽ കാണിക്കാം നോ ഗേൾസ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു